1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 409 രൂപ 64 പൈസ. ഇത് സംസ്ഥാന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് മാർക്കറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ശരാശരി വിലയാണ്. അതാണ് നമ്മൾ മാർക്കറ്റിൽ ചെന്നാൽ കിട്ടാത്ത 64 പൈസയൊക്കെ വിലയിൽ വരുന്നത്. 410 രൂപ ശരാശരി വില എന്ന് പറഞ്ഞാലും കാസർഗോഡുള്ളവർ കടയിൽ ചെന്നാൽ 425 രൂപ എണ്ണിക്കൊടുക്കേണ്ടി വരും. 1 കിലോ തേങ്ങയ്ക്ക് വയനാട്ടിലും പത്തനംതിട്ടയിലും 85 രൂപയും ഇടുക്കിയിൽ 90 രൂപയും കൊടുക്കണം. 1 കിലോ ചുവന്ന മട്ടയരിക്ക് വില 51 രൂപ 43 പൈസയാണ്. പാവയ്ക്ക അഥവാ കൈപ്പയ്ക്കയ്ക്ക് പത്തനംതിട്ടയിലും ഇടുക്കിയിലും വയനാട്ടിലും 80 രൂപയും കോഴിക്കോടും കൊല്ലത്തും 75 രൂപയും കൊടുക്കേണ്ടി വരും. ഇനി 1 കിലോ ബീൻസിന് മലപ്പുറത്തും കൊല്ലത്തും 90 രൂപയും കോട്ടയത്തേക്ക് എത്തിയാൽ 85 രൂപയും നമ്മൾ കൊടുക്കണം. പച്ചമുളകിലേക്ക് വന്നാൽ മലപ്പുറത്ത് രൂപ 120 കൊടുക്കണം 1 കിലോയ്ക്ക്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. ദിവസം എത്ര കാശ് വേണം കഞ്ഞി കുടിച്ചു കഴിഞ്ഞുകൂടാൻ? തിരഞ്ഞെടുപ്പും യുദ്ധവും അവസാനിച്ച സ്ഥിതിക്ക് സ്വസ്ഥമായി സ്വന്തം പേഴ്സിലേക്ക് നോക്കാവുന്ന ഒരു സമയമാണിത്. വെളിച്ചെണ്ണയാണ് ക്ലാസിക് ഉദാഹരണം. കിലോയ്ക്ക് വില 425 രൂപ വരെയാണ്. ഒരു മാസം 2 കിലോ വെളിച്ചെണ്ണയെങ്കിലും കുറഞ്ഞതു വേണ്ടതാണ് ഓരോ കുടുംബത്തിലും. വറുക്കാനും പൊരിക്കാനും മെഴുക്ക് പുരട്ടാനും കടുകു താളിക്കാനും തുടങ്ങി തലയിൽ തേക്കാൻ വരെ. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 425 എന്ന വില കേട്ട് ബോധം കെടുമ്പോൾ ഒന്ന് ആലോചിക്കണം, കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഉണ്ടായിരുന്ന വില 165 രൂപ മാത്രമായിരുന്നു എന്ന്. വർധനവ് 260 രൂപയുടേതാണ്. 2 വർഷം മുൻപുള്ള വിലയെടുത്താൽ ഒരു കാര്യം കൂടി വ്യക്തമാകും. വില സ്ഥിരത അട്ടിമറിക്കപ്പെട്ടത് ഈ വർഷമാണെന്ന്. കാരണം 2 വർഷം മുൻപ് 2023 ജൂണിലെ ഇതേ ദിവസത്തെ വില 160 രൂപയായിരുന്നു. ഒരൊറ്റ വർഷം കൊണ്ട് അന്ന് 5 രൂപയാണ് കൂടിയത് എങ്കിൽ ഇപ്പോ 260 രൂപയാണ്. വെളിച്ചെണ്ണയ്ക്ക് വില കിലോയ്ക്ക് 300 രൂപ കടക്കുക എന്നത് പോലും നമ്മുടെയൊക്കെ ആലോചനാ പരിധിക്ക് പുറത്തായിരുന്നു. 1 കിലോ തേങ്ങയ്ക്ക് 90 രൂപ എന്നൊക്കെ ആരെങ്കിലും പേടി സ്വപ്നം കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം ഇതേ ദിവസത്തെ വില 34 മുതൽ 40 രൂപ വരെ ആയിരുന്നു. 2 വർഷം മുൻപ്, അതായത് 2023 ഇതേ ദിവസത്തെ വില 30 രൂപയും. ഈ വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വില കൂടിയാൽ സ്വാഭാവികമായി നേട്ടമുണ്ടാകേണ്ടത് കേരളത്തിന് തന്നെയാണ്. പേരിൽ തന്നെ കേരമുള്ള ഈ നാട്ടിലെ കർഷകർ ആഘോഷിക്കുമെന്നാണ് പൊതുധാരണ. ചമ്മന്തി കരച്ചു കഴിഞ്ഞാൽ വിൽക്കാൻ 10 തേങ്ങ തികച്ചില്ലാത്തവരാണ് ഇന്നത്തെ നാളികേര കർഷകരിൽ ഏറെയും. ഇവിടെ അരയ്ക്കാനും കൊപ്രയായി ഉണക്കാനും തമിഴ്നാട്ടിൽ നിന്നും വരണം. വില തീരുമാനിക്കുന്നതും തമിഴ്നാട്ടിലാണ്. വെളിച്ചെണ്ണ ക്വിന്റലിന് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആകാശവാണിയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിനുകളുണ്ടല്ലോ, ആ വില വന്നിരിക്കുന്നത് മട്ടാഞ്ചേരിയിൽ നിന്നായിരുന്നു. വില തീരുമാനിച്ചിരുന്നതും മട്ടാഞ്ചേരിയിലെ ലേലത്തിന്റെ നീക്കി ബാക്കി നോക്കിയായിരുന്നു. ഇന്ന് മട്ടാഞ്ചേരിയിലെ വില കൂടി തമിഴ്നാട്ടിൽ നിന്നും തീരുമാനിക്കും. ആ വിലയ്ക്കാണെങ്കിലേ കച്ചവടം നടക്കൂ എന്നാണ് സാരം. അത് കേരളത്തിന്റെ ശാപമോ അല്ലെങ്കിൽ വീഴ്ചയോ ഒന്നുമല്ല. വിപണിക്ക് ആവശ്യമുള്ളതിന്റെ 10-1 പോലും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നതാണ് കാരണം. ഈ 20-30 വർഷം മുൻപ് മട്ടാഞ്ചേരി മാർക്കറ്റിൽ വന്നിരുന്നതിന്റെ 10-1 കൊപ്രയും വെളിച്ചെണ്ണയുമേ ഇന്നെത്തുന്നുള്ളൂ. കുറ്റ്യാടിയിലെ ഉണ്ടക്കൊപ്രയുണ്ടാക്കുന്ന വീടുകളുടെ എണ്ണം എത്ര കുറഞ്ഞു എന്ന് നോക്കിയാൽ തേങ്ങയുടെ ഭൂമിശാസ്ത്രം തന്നെ നമുക്ക് വ്യക്തമാക്കും. ഉൽപാദനം കുറഞ്ഞെങ്കിലും നാളികേരത്തിന്റെയും വെളിച്ചെണ്ണയുടെയും ഉപഭോക്താക്കളാണ് നമ്മൾ. അതുകൊണ്ട് ഇവിടെ ഏത് വിലയ്ക്ക് വെച്ചാലും വാങ്ങാൻ ആളുണ്ട്. ഈ 425 രൂപയിലേക്ക് വരെ വില ഉയർന്നതിന്റെ ഗ്രാഫ് നോക്കുക. കഴിഞ്ഞ ഡിസംബറിൽ ശബരിമല സീസണിലാണ് വില കയറാൻ തുടങ്ങിയത്. അത് സാധാരണ പതിവുള്ളതുമാണ്. എന്നാൽ ഈ സീസൺ കഴിയുമ്പോൾ വില താഴുകയാണ് പതിവ്. ശബരിമലയിൽ നിന്നുള്ള നാളികേരം കൂടി കൊപ്ര വിപണിയിലേക്ക് എത്തുന്നതായിരുന്നു അതിനുള്ള കാരണം. പക്ഷേ ഇത്തവണ കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, കൂടുകയും ചെയ്തു. വില നിയന്ത്രിക്കാനുള്ള വിപണി ഇടപെടൽ നടക്കണമെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ സംഭരിച്ച കൊപ്ര ഉണ്ടാകണം. കൊപ്ര സംഭരണമൊക്കെ പണ്ടേ നിർത്തിയതിനാൽ തലയിൽ തേക്കാനുള്ള വെളിച്ചെണ്ണ പോലും വകയില്ല. വെളിച്ചെണ്ണ വിലയിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. നമുക്ക് ഈ സാധാരണ സംഭവങ്ങൾ അഥവാ ന്യൂ നോർമൽ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വ്യക്തമാകും. വെളിച്ചെണ്ണ വില 400 രൂപയിൽ എത്തിയതോടെ അത് നാട്ടുനടപ്പാണ് എന്ന മട്ടിലായി എല്ലാവരും. 1 കിലോ വാങ്ങിയിരുന്നവർ 100 മില്ലി വാങ്ങാൻ തുടങ്ങി. 5 കിലോയൊക്കെ വാങ്ങിയിരുന്ന കുടുംബങ്ങൾ 800-ന് പകരം 2000 ഗൂഗിൾ പേ ചെയ്യാൻ തുടങ്ങി. മറ്റെന്തും പോലെ ഈ വിലയും സ്വാഭാവികമാവുകയാണ്. വെളിച്ചെണ്ണയുടെ കാര്യം മാത്രമല്ല ഇത്.
1 കിലോ അരിക്ക് കുറഞ്ഞ വില 51 രൂപ 43 പൈസയാണ്. റേഷൻ കടയിൽ നിന്ന് സൗജന്യ നിരക്കിലെ അരി വാങ്ങിയാലും 10ഉം 20ഉം കിലോ അരി പുറമേ നിന്നും വാങ്ങുന്നവരാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും. 1 കിലോ അരി 51 രൂപ വീതം കൊടുത്ത് വാങ്ങുമ്പോൾ സ്വന്തം അസ്ഥിയാണ് അരിയിൽ തേഞ്ഞു തീരുന്നത്, സ്വന്തം മജ്ജയാണ് ഒലിച്ചു പോകുന്നത്. മറ്റനേകം കാര്യങ്ങൾ ചെയ്യാനുള്ള പണമാണ് ഇങ്ങനെ അരിക്കും മുളകിനും മാത്രമായി നമ്മൾ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാശില്ലാത്തവർക്ക് ഏക ആവശ്യം ഭക്ഷണം മാത്രമാണ് എന്ന് വരികയാണ്. എത്ര പണിയെടുത്താലും ഇന്നത്തെ കൂലി കൊണ്ട് മറ്റൊരു കാര്യവും ചെയ്യാനാകില്ല. കിലോയ്ക്ക് ഈ 80 രൂപയൊക്കെ കൊടുത്ത് വള്ളിപ്പയറും 50 രൂപ കൊടുത്ത് വെണ്ടക്കയും വാങ്ങുന്നവർക്ക് ജീവിക്കാൻ പിന്നെ എന്താണ് ബാക്കിയുള്ളത്? ആണ്ടിലൊരിക്കൽ എമ്പുരാൻ സിനിമ കാണുന്നതിന്റെ ആഘോഷം പോലും ആലോചിക്കാൻ പറ്റാത്തവരാണ് നമ്മുടെ ചുറ്റും കൂടുതലും. ലോകത്ത് തന്നെ സ്ഥിര വരുമാനമില്ലാത്തവർ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് നമ്മുടേത്. ലോക ബാങ്കിന്റെ കണക്കിൽ ഇന്ത്യയിൽ 82% മാസ ശമ്പളം ലഭിക്കുന്നില്ല. അന്നന്നത്തെ പണിക്ക് അന്നന്നത്തെ കാര്യം കഴിക്കുന്നവർ ഇത്രയുമുള്ള പ്രദേശം പിന്നെ ആഫ്രിക്കയിലാണ്. കൂലിപ്പണി പോലും അസാധ്യമായ ഈ മഴക്കാലത്ത് അവരുടെ ജീവിതമാണ് കഷ്ടത്തിലാകുന്നത്. ഓട്ടോറിക്ഷയും ടാക്സിയും ഒക്കെ ഓടിക്കുന്നവർ മുതൽ പാടത്തെ പണിക്കാർ വരെ ഈ വില കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ നിമിഷം ഈ ജനത അർഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും സർക്കാരിന്റെ വിപണി ഇടപെടലാണ്. വെളിച്ചെണ്ണയ്ക്ക് 400 അരിക്ക് 52ഉം കൊടുത്ത് അവരങ്ങനെ ജീവിക്കുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. സർക്കാരുകൾക്ക് എന്തു വിഷയത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നറിയാൻ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ വില വിവര പട്ടിക ദിവസവും ഒന്ന് നോക്കിയാൽ മാത്രം മതിയാകും. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.